നമ്മുടെ നാടിന് ഒരു പ്രത്യേക മിസ്റ്റിക് ചാമുണ്ട്. അത്തരത്തിൽ പ്രകൃതിയും സ്ത്രീ പൂജാരിണികളും സർപ്പങ്ങളും കെട്ടിപ്പിണങ്ങി കിടക്കുന്ന മണ്ണാറശാലയും ഈ വശ്യ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ക്ഷത്രിയ നിഗ്രഹ പാപ പരിഹാരമായി പരശുരാമൻ തന്നെ മഴുവറിഞ്ഞ് സമുദ്രത്തിൽ നിന്നും വീണ്ടെടുത്ത് ബ്രാഹ്മണദാനം നൽകിയ ഭൂമിയാണ് കേരളം. എന്നാൽ ഉപ്പുരസം കാരണം ഈ ഭൂമി കൃഷിയോഗ്യമല്ലാതെ ആകുകയും വിഷസർപ്പങ്ങൾ നിറഞ്ഞ കാടായതുകൊണ്ട് ആൾക്കാർ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാനും തുടങ്ങി. ദുഃഖിതനായ പരശുരാമൻ പരമശിവന്റെ ഉപദേശപ്രകാരം നാഗരാജാവായ വാസുകിയെ ആരാധിച്ചു. അങ്ങനെ സർപ്പവിഷ ജ്വാലകൾ മണ്ണിന്റെ ലവണാംശം കുറച്ച് ഫലഭൂവിഷ്ടമാക്കി. ഈ അനുഗ്രഹം എന്നും ഉണ്ടാകാൻ പരശുരാമൻ മന്ദാര മരങ്ങൾ നിറഞ്ഞ ഒരിടം കണ്ടെത്തി. അവിടെ വാസുകിയെയും പത്നി സർപ്പയക്ഷിയും പ്രതിഷ്ഠിച്ചു. ഈ തീർത്ഥസ്ഥലമാണ് കാലക്രമേണ മന്ദാരശാല എന്നും പിന്നീട് മണ്ണാറശാല എന്നും അറിയപ്പെട്ടു തുടങ്ങിയത്. ഇവിടുത്തെ പൂജാവിധികൾക്ക് നേതൃത്വം നൽകുന്നത് പൂജാരിണിയായ വല്യമ്മയാണ്. പണ്ടൊരിക്കൽ ഈ കുടുംബത്തിലെ വേളിയായ ശ്രീദേവി അന്തർജനം ഒരു കാട്ടുതീയിൽ നിന്നും സ്വയം തീവ്രമായ വേദനകൾ സഹിച്ചുകൊണ്ട് സർപ്പങ്ങളെ സംരക്ഷിച്ചു. നാഗങ്ങളെ മഞ്ഞളും പാലും കരുക്കും വെള്ളവും എല്ലാം നൽകി പരിചരിച്ചതിനെ തുടർന്ന് മഹാവിഷ്ണുവിന്റെ ശയനമായ അനന്തൻ ഈ കുടുംബത്തിനെ അനുഗ്രഹിക്കുകയും നാഗങ്ങളെ പരിചരിക്കാനുള്ള അധികാരം നൽകുകയും ചെയ്തു. അനന്തനായ ഈ നാഗസന്തതിയാണ് ഇല്ലത്തെ നിലവറയിൽ ചിരഞ്ജീവിയായി വാഴുന്ന മുത്തശ്ശൻ അല്ലെങ്കിൽ അപ്പുപ്പൻ. നിലവറയിൽ ഒറ്റയ്ക്ക് വസിക്കുന്ന വല്യമ്മയ്ക്ക് കഠിനമായ ബ്രഹ്മചര്യം നിർബന്ധമാണ്. എന്തെങ്കിലും ഒരു കാരണവശാൽ വല്യമ്മയ്ക്ക് ക്രിയകൾ ചെയ്യാൻ സാധിക്കാത്ത പക്ഷം ആ ക്രിയകൾക്ക് മുടക്ക് വരുത്തുക എന്നല്ലാതെ അമ്മ ചെയ്യേണ്ടത് വേറെ ആരും ചെയ്യേണ്ടതായ ആവശ്യമില്ല. മാതാവിന് തുല്യം മാതാവ് മാത്രം.